പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം തരും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. നിങ്ങളുടെ മുഖം നിങ്ങളുടെ സ്വഭാവത്തെ വിവരിക്കുന്നില്ല, പക്ഷേ പെരുമാറ്റം വിവരിക്കുന്നു. മോശം അവസ്ഥയിൽ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കുന്നു. നിങ്ങൾക്ക് പക്വത ഉണ്ടെന്നുള്ള 7 ലക്ഷണങ്ങൾ. 1. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ വിഡ്ഢികളുടെ മുന്നിൽ മിണ്ടാതിരിക്കാൻ തീരുമാനിക്കുന്നു. 2. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അപേക്ഷിച്ച് ഈ ലോകത്ത് മറ്റൊന്നും പ്രധാനമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. 3. നിങ്ങൾ വിട്ടുകൊടുക്കാനും സാഹചര്യങ്ങൾ അംഗീകരിക്കാനും മുന്നോട്ടു പോകാനും പഠിക്കുന്നു. 4. നിങ്ങൾ ആളുകളെ മാറ്റാനുള്ള ശ്രമം നിർത്തി സ്വയം മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5. നിങ്ങൾ ആളുകളെ അവർ ആരാണെന്ന് അംഗീകരിക്കുന്നു. ഒരു വ്യക്തിയെ പ്രായം അല്ല പക്വത ഉള്ളവനാക്കുന്നത് അവൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് അവനെ പക്വത ഉള്ളവനായി മാറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിനക്കു വേണ്ടി സൃഷ്ടിച്ചതൊന്നും നിനക്ക് നഷ്ടമാവില്ല. അത് നിന്നിലേക്ക് തന്നെ വന്നു ചേരും. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ കാലാവധിയും അത്രയേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ. 1. എപ്പോഴും സീരിയസായി ഇരിക്കരുത്. ചിരിക്കാൻ ശ്രമിക്കുക. 2. ഹാപ്പി ആകാൻ ഇപ്പോൾ ഉള്ളതിൽ മാത്രം ശ്രദ്ധിക്കുക. പഴയ കാലത്തെക്കുറിച്ച് മറന്നേക്കുക. 3. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ഓർത്ത് ഒരു കാര്യവും ചെയ്യാതിരിക്കരുത്. നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, സഹായിക്കുന്നില്ല എന്ന് പറയാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. 5. നിങ്ങളുമായി ഒറ്റയ്ക്ക് ഇരിക്കുക. സ്വയം സംസാരിക്കുക. സ്വയം സ്നേഹിക്കുക, അംഗീകരിക്കുക. 6 ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളെ പക്വത ഉള്ളവനാക്കി മാറ്റുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഉപദ്രവിച്ചയാൾ പിറ്റേന്ന് മാപ്പ് ചോദിച്ച് കരഞ്ഞപ്പോൾ ശ്രീബുദ്ധയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. മറ്റൊരാളുടെ വിജയം നോക്കി നിന്ന് സ്വയം വിജയിക്കാൻ മറന്നു പോകരുത്. ദുഃഖം നിന്നിലാണ്. ദുഃഖ കാരണവും നിന്നിൽ തന്നെയാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് പറഞ്ഞു നടക്കുക എന്നതാണ്. സ്മാർട്ട് വർക്ക് ചിലപ്പോൾ കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകാം. ബുദ്ധി കൂടുതലുള്ളവരുടെ 7 ലക്ഷണങ്ങൾ. 1. അവർ അവരോട് തന്നെ സ്വയം സംസാരിക്കും. അവർ സ്വയം മോട്ടിവേറ്റ് ചെയ്യും. 2. അവരുടെ റൂം എല്ലാം അലങ്കോലമായിരിക്കും. അവർ എപ്പോഴും ക്രിയേറ്റീവാണ്. 3. അവർക്ക് അറിയില്ലാത്ത കാര്യം അറിയുന്ന പോലെ അഭിനയിക്കില്ല. 4. അവർ വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. എന്താണ് ലൈഫിൻ്റെ അർത്ഥം, എന്താണ് പ്രപഞ്ചം, എന്താണ് മതം എന്നെല്ലാം അന്വേഷിക്കും. 5. ഒരു കാര്യം പറയുന്നതിന് മുൻപേ അവർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. 6. അവർ ഇൻട്രോവേർട്ട് വ്യക്തിത്വം ഉള്ളവരായിരിക്കും.
7 അവർക്ക് എല്ലാത്തിനും നിയന്ത്രണം ഉള്ളവർ ആയിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ നിങ്ങളുടെ പ്രായം അനുവദിക്കരുത്. ടാസ്ക് ചെയ്യുന്നതിന് മുൻപ് സംശയങ്ങൾ നീക്കി നിങ്ങളുടെ പിരിമുറുക്കം കുറക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരിക്കൽ നിങ്ങൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിയും. നിങ്ങൾക്കിത് ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയുന്നു. കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. സ്ത്രീ നിങ്ങളെ ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുന്നത് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടി. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിനുള്ള കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവർ ആണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നവും അവിടെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.